ഒരു തെറ്റിന്റെ പേരിൽ അള്ളാഹു ഒരു സമൂഹത്തെ ഒറിജിനൽ റിയൽ മൃഗമാക്കി മാറ്റി. അതാരാ? അത് കേട്ടോളി, അതിന്റെ കാരണം കൂടെ പഠിച്ചോളി, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അത് വേറെ ആരുമല്ല, അഭിപ്രായങ്ങൾ പലതും തഫ്സീറുകളിൽ കാണാൻ കഴിയുന്നു. മൂസാ നബിയുടെ അനുയായികളാണ്, അല്ല ദാവൂദ് നബിയുടെ അനുയായികളാണെന്നും അഭിപ്രായമുണ്ട്. ആരും ആയിക്കോട്ടെ, ആരാണെങ്കിലും ജൂതന്മാരാ, കക്ഷി ജൂതന്മാരാ. വെള്ളിയാഴ്ച ആരുടെ ഇബാദത്താണ്? ഒന്ന് പറയും. വെള്ളിയാഴ്ച ആർക്കാ? വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്ന ആരാ? ഇവിടെ വെള്ളിയാഴ്ച അല്ലേ? മുസ്ലിമീങ്ങളാണ്. വെള്ളിയാഴ്ച അള്ളാഹു മുസ്ലിമീങ്ങൾക്ക് കൊടുത്തു. ജുമുഅ എന്ന് പറഞ്ഞാൽ ഇജ്തിമാഉ നാസി, ജനങ്ങൾ ഒരുമിച്ച് കൂടും. അന്ന് പല പല പള്ളികളിലായി കൂടുന്നവരൊക്കെ ഒരുമിച്ച് കൂടുന്നത് ജുമുഅയ്ക്കാണ്. അപ്പൊ അതുകൊണ്ടാണ് അതിന് ജുമുഅ എന്ന് പേര് കിട്ടിയത്. ശനിയാഴ്ച, ഞായറാഴ്ച ക്രിസ്ത്യാനികൾക്കാണ്. ഞായറാഴ്ചയല്ലേ അവരുടെ പള്ളിയിൽ പോക്ക് ആണ്. ഇത് രണ്ടും വെള്ളിയാഴ്ച അല്ലാഹു തആല മുസ്ലിമീങ്ങൾക്കും നസാറാക്കൾക്ക് ഞായറാഴ്ചയും കൊടുത്തപ്പോ ജൂതന്മാർ നിന്നാ ഞങ്ങൾക്ക് അതിന്റെ ഇടയിലുള്ളത് മതി, ശനിയാഴ്ച ഞങ്ങൾക്ക് അതിനിടയിലുള്ളത് വേണം. അവന്മാർ ഇടയിൽ കയറുന്നവരാ. നമ്മുടെ ഇടയിലും വലിഞ്ഞു കയറിയിട്ടുണ്ട്, ഇപ്പോ നമ്മുടെ സംസ്കാരത്തിലും വലിഞ്ഞു കയറിയിട്ടുണ്ട്. അതിനെപ്പറ്റിയൊന്നും പറയാൻ സമയമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ശനിയാഴ്ച അവർ കൊടുത്തു. അള്ളാഹു അവരോട് പറഞ്ഞു, അന്ന് നിങ്ങളുടെ എല്ലാ തൊഴിലും മാറ്റിവെക്കണം, എല്ലാ തൊഴിലും മാറ്റിവെക്കണം. വെള്ളിയാഴ്ച പള്ളി കയറാത്ത പള്ളി കള്ളന്മാര് കേട്ടോളി. വെള്ളിയാഴ്ച പള്ളി കയറാതെ കട തുറന്നിട്ടിരിക്കുന്നവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാ പറയുന്നത്, ഞാൻ പറയുന്നതല്ല, ഞാൻ ആയത്ത് ഓതിയിട്ടാ പറയുന്നത്. അന്ന് ഒരു കച്ചവടവും നിങ്ങളുടെ ഒരു കാര്യങ്ങളും അന്ന് നടത്താൻ പാടില്ല, എനിക്ക് വേണ്ടി മാത്രം നിങ്ങൾ മാറ്റിവെക്കണമെന്ന് അള്ളാഹു പറഞ്ഞു. അവര് സമ്മതിച്ചു. അവരാരെന്നറിയോ? കടലിന്റെ അടുത്ത് താമസിക്കുന്നവരാണ്, മത്സ്യത്തൊഴിലാളികളാണ് എല്ലാരും. ആ സമൂഹം ഐലാനിവാസികൾ അല്ലേ? ഐലാനിവാസികൾ അവര് മത്സ്യത്തൊഴിലാളികളാണ്. അവരോട് അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ശനിയാഴ്ച മീൻ പിടിക്കാൻ പോകാൻ പാടില്ല, നിങ്ങൾ ശനിയാഴ്ച മീൻ പിടിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ കൽപ്പനയാണ്, പടച്ചതമ്പുരാന്റെ കൽപ്പനയാണ്. ശനിയാഴ്ച മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. അന്ന് ദിവസം നിങ്ങൾ ചോദിച്ചു വാങ്ങിയതല്ലേ, എനിക്ക് വേണ്ടി മാറ്റിവെക്കണമെന്ന് അല്ലാഹു പറഞ്ഞപ്പോ, സഹോദരങ്ങളെ, ഞായറാഴ്ച മീനില്ല, തിങ്കളാഴ്ച മീനില്ല, ചൊവ്വാഴ്ച മീനില്ല, ബുധനാഴ്ച മീനില്ല, വ്യാഴവും വെള്ളിയും മീനില്ല. ശനിയാഴ്ച കടലിലേക്ക് നോക്കുമ്പോ കടലിലൂടെ മീനിങ്ങനെ തുള്ളിച്ചാടുകയാ, അത് കരയിലൂടെ ഓടിച്ചാടി നടക്കുകയാ. ശനിയാഴ്ച നോക്കുമ്പോൾ മീന് നല്ല സുലഭമായുണ്ട്. അല്ലാഹു പറഞ്ഞു, ശനിയാഴ്ച മീൻ പിടിക്കല്ലേ, ശനിയാഴ്ച മീൻ പിടിക്കല്ലേ, നിങ്ങൾ അല്ലാത്ത ദിവസങ്ങളിലാണ് മീൻ പിടിക്കേണ്ടതെന്ന് പറഞ്ഞു. അല്ലാഹു ഒരു പരീക്ഷണമാണ് നടത്തിയതൊരു പരീക്ഷണമാ. സഹോദരങ്ങളെ, ഞായറാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ മത്സ്യമില്ല, ശനിയാഴ്ച ധാരാളം മീൻ അല്ലാഹു കൊടുത്തു എന്നിട്ട് പറഞ്ഞു, തൊട്ടുപോകരുത്. സഹോദരങ്ങളെ, അവിടെ ആളുകൾ കൂടിയിട്ട്, അവിടത്തെ കുറെ പുരോഹിതന്മാര് കൂടിയിട്ട് പറഞ്ഞു, അല്ലാഹു പറഞ്ഞത് എന്താണ്? ശനിയാഴ്ച മീൻ പിടിക്കല്ലേ എന്നല്ലേ പടച്ചവന് പറഞ്ഞത്, എന്നാ നമുക്ക് ശനിയാഴ്ച മീൻ പിടിക്കണ്ട. അവരെന്ത് ചെയ്തെന്നറിയോ? അല്ലാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളുടെയും അസ്തിവാരം മനസ്സിലാക്കാതെ, അസ്തിത്വം മനസ്സിലാക്കാതെ ഏതോ ഒരു അക്ഷരത്തിൽ തൂങ്ങിയിട്ട് അക്ഷരത്തിൽ തൂങ്ങുകയാ. അല്ലാഹുവിന്റെ ഏതോ ഒരു വാക്കിൽ ഇങ്ങനെ തൂങ്ങുകയാ. അല്ലാഹു പറഞ്ഞു, ശനിയാഴ്ച നിങ്ങൾ മീൻ പിടിക്കാൻ പാടില്ല. സഹോദരങ്ങളെ, അവര് ചെയ്ത എന്തെന്നറിയോ? അവര് ശനിയാഴ്ച വന്നു, ഒരു വലിയ ജലാശയം ഉണ്ടാക്കിയിട്ട്, സമാന്തരമായ ഒരു ജലാശയം ഉണ്ടാക്കി, എന്നിട്ട് കടലിൽ നിന്ന് ഒരു ചെറിയ വഴി വെട്ടിയിട്ടു ആ ജലാശയത്തിലേക്ക്. ശനിയാഴ്ച മീൻ ഇങ്ങനെ വന്ന് മറിയുമ്പോ ആ ജലാശയത്തിലേക്കുള്ള ചെറിയ വഴിയിലൂടെ മീൻ ഇങ്ങനെ ഒലിച്ച് മറ്റേ ജലാശയത്തിൽ വരാൻ തുടങ്ങി. സമാന്തരമായി അവരുണ്ടാക്കിയ ജലാശയത്തിൽ വന്ന് നിറയാൻ തുടങ്ങി. ഞായറാഴ്ച ഇറങ്ങിയിട്ട് ഒരു മീൻ പിടിക്കാൻ തുടങ്ങി. അല്ലാഹു പറഞ്ഞത് ശനിയാഴ്ച മീൻ പിടിക്കരുതെന്നാണ്. അവര് പറഞ്ഞു, എന്നാൽ നമുക്ക് പിടിക്കണ്ട, ശനിയാഴ്ച മീൻ പിടിച്ചാലല്ലേ പ്രശ്നമുള്ളൂ. അന്നവര് വഴി തെളിച്ചു വിട്ടു. സമാന്തരമായി ജലാശയം ഉണ്ടാക്കിയിട്ട് കടലിൽ നിന്ന് മത്സ്യമാ വഴിയിലൂടെ ജലാശയം തിങ്ങി നിറഞ്ഞപ്പോൾ ഞായറാഴ്ച വരെ മീൻ പിടിക്കാൻ തുടങ്ങുകയാ. സഹോദര
സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹ് പറയുകയാ, വലഖദ് അലിംതുമുൽ ലദീന തദൗ മിൻകും ഫിസ്സബ്ത്. ശനിയാഴ്ച പരിധി വിട്ടവരെ നബിയേ നിങ്ങൾക്കറിയില്ലേ? നിശ്ചയം നിങ്ങൾ അറിയണേ പ്രവാചകരെ, അറിയണേ വിശ്വാസികളെ, അവര് ശനിയാഴ്ച ദിവസം പരിധി വിട്ടവരാ. ഫഖുൽനാ ലഹും കൂനൂ ഖിറദതൻ ഖാസീ. അല്ലാഹു അവരോട് പറഞ്ഞു, നിങ്ങൾ കുരങ്ങന്മാരാകണേ, കുരങ്ങന്മാരായി മാറണേ. അല്ലാഹു പറയുകയാ. ആ സമയത്ത് സഹോദരങ്ങളെ ജനങ്ങൾ 3 വിഭാഗമായി. 70,000-ഓളം വരുന്ന ജനങ്ങളാണ്. അതിൽ 12,000-ഓളം വരുന്ന ജനങ്ങള് അവര് നേരെ മാറി നിന്നു, പടച്ചവന്റെ വാക്ക് ധിക്കരിച്ചില്ല. അതിൽ ഒരു വിഭാഗം പോയില്ല, പക്ഷെ പോയവരെ തടഞ്ഞില്ല. ഒരു വിഭാഗം നേരെ മീൻ പിടിക്കാൻ ചെന്നവരാ. അവരെ അല്ലാഹു തആല കുരങ്ങന്മാരാക്കി മാറ്റി. 3 രാവും 3 പകലും കഴിഞ്ഞപ്പോ ഒരു സമൂഹത്തിന് വലിയ സന്ദേശം കൊടുത്തു കൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, അവരാർക്കാണ്? സമകാലീനർക്കും വരാനുള്ള ആളുകൾക്കും അവരൊരു ഗുണപാഠമാണ്. അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുന്നവർക്കൊരു ഉപദേശമാണ്. സഹോദരങ്ങള്, അല്ലാഹുവിന്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് അക്ഷര കൂമ്പാരങ്ങളിൽ പിടികൂട്ടിയിട്ട് അല്ലാഹുവിന്റെ വാക്കിനെ ധിക്കരിച്ചുകൊണ്ട് ആ മീൻ പിടിക്കാൻ ഇറങ്ങിയ കടൽ തൊഴിലാളികളെ, മത്സ്യബന്ധന തൊഴിലാളികളെ അല്ലാഹു ഐലാനിവാസികളോട് പറഞ്ഞത് കൂനൂ ഖിറദതൻ ഖാസീൻ, നിങ്ങൾ കുരങ്ങന്മാരായി മാറാൻ പറഞ്ഞു. അല്ലാഹു നേരെ കോലം മറിച്ചു. നമുക്ക് അല്ലാഹു തന്ന ദിവസം ഏതാ? വെള്ളിയാഴ്ച. അന്ന് മിമ്പറിൽ നിന്ന് ഖത്തീബ് താഴെ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് കടയം തുറന്നിരുന്നാൽ അല്ലാഹു നമ്മളെ കോലം മറിച്ചാലോ? എന്തായിരുന്നാലും മുത്തുനബി ദുആ ചെയ്തു, ഈ ലോകത്ത് വെച്ച് നമ്മൾ കോലം മറിക്കപ്പെടൂല. നാളെ പരലോകത്ത് ഇതിന് വ്യക്തമായ രീതിയിൽ പടച്ചവനടുത്ത് കണക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ലാസ്റ്റ് എന്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കുരങ്ങന്മാരായ ഒരു സമൂഹം മാറിയത് ധിക്കാരത്തിന്റെ പേരിലാണ്. ധിക്കാരത്തിന്റെ പേരിലാണ് അല്ലേ? അല്ലാഹ് പറഞ്ഞത് സിനിമ കാണരുതെന്നാണ്. നമ്മൾ പറയും അതൊക്കെ ചിലപ്പോൾ തിയേറ്ററുമായി ബന്ധപ്പെട്ടതായിരിക്കും. മൊബൈലിലൂടെ കൂടാൻ കുഴപ്പമില്ല, മൊബൈലിലൂടെ കൂടെയാണെങ്കിൽ കുഴപ്പമില്ല അല്ലേ? അല്ലാഹു പറഞ്ഞത് ഏതൊരു കാര്യമാണോ ആ കാര്യം അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, കറുപ്പ് അടിക്കൽ, ഡൈ പുരട്ടൽ, അത് നിഷിദ്ധമാണ്, ഹറാമാണ്. അതിന്റെ അടയാളം, അതിന്റെ ഐന് നമ്മുടെ ദാടിരോമങ്ങളിലോ തലമുടിയിലോ ഉണ്ടെങ്കിൽ വെള്ളം ചേരൂല, അവന്റെ നിസ്കാരം പോലും ശരിയല്ല. ഭാര്യയോടത്ത് കിടന്ന് ശാരീരിക ബന്ധം കഴിഞ്ഞതിന് ശേഷം ഇരുംവാരി തേച്ചിട്ട് അവന് കുളിക്കാൻ പോകുമ്പോ ആ ഭാഗം വെള്ളം ചേരൂല. അവൻ പള്ളിയിൽ വന്ന് ഖുർആൻ എടുക്കുന്നത് ഹറാം, പള്ളിക്കകത്ത് താമസിക്കുന്നത് ഹറാം. അവൻ ആ രീതിയിൽ തന്നെയാണ് നിസ്കാരമെങ്കിൽ ആ നിസ്കാരത്തിനും അള്ളാഹു അവന് ശിക്ഷ കൊടുക്കുന്നു. സുജൂദ് ചെയ്യൽ ഹറാമാണ്. അവന് ഹറാമിന്റെ മേൽ ഹറാം ചെയ്ത് അവൻ ആ രീതിയിൽ തന്നെ അവന്റെ ജീവിതത്തെ മോശമായ രീതിയിൽ കൊണ്ടുപോകുന്നു അല്ലേ? നമ്മൾ പറയുന്നു, ഉസ്താദേ അത് കറുപ്പല്ല, അത് ഹന്നാണ്. ഗൾഫിൽ നിന്നൊക്കെ 2 അറബി വാക്ക് പഠിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ഇങ്ങനെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ധിക്കാരമാണ്. അവര് ശനിയാഴ്ച മീൻ പിടിക്കല്ലേ എന്ന് പറഞ്ഞപ്പോ അന്ന് റോഡ് വെട്ടിയിട്ട്, വഴി വെട്ടിയിട്ട്, വേറൊരു ജലാശയത്തിൽ മീൻ കൊണ്ട് തട്ടിയിട്ട് ഞായറാഴ്ച പിടിച്ച മോന്മാരാ. അവരെ അല്ലാഹു തആല കുരങ്ങന്മാരാക്കി മാറ്റിമറിച്ചു എങ്കിൽ പടച്ചവന് വലിയ താമസമൊന്നുമില്ല നമ്മളെ കോലം മറിക്കാൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ധിക്കാരം നമുക്ക് മാറ്റാം. ധിക്കാരം നമ്മൾ മാറ്റിയേ മതിയാവൂ. അനുസരണയുള്ളവരായി നമ്മൾ മാറും. എന്ത് റബ്ബ് പറഞ്ഞോ കണ്ണ് അടച്ച് പൂട്ടി നമ്മൾ അങ്ങ് വിശ്വസിക്കുക. കണ്ണടച്ചു പൂട്ടി വിശ്വസിക്കുക. 2 ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒരു നന്മയുടെ ഉദാഹരണം, ഒരു തിന്മയുടെ ഉദാഹരണം. നമ്മുടെ കിബില ഏതാണ്? പോകുന്നെങ്കിൽ എന്റെ സഹോദരങ്ങളെ, പരിശുദ്ധ ഹജ്ജ് കഴിഞ്ഞിട്ട് ഉംറയുടെ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് പോകാൻ കഴിയണം. ഞാൻ അൽഹംദുലില്ലാ ഉസ്താദേ ഒരു 5 ദിവസത്തേക്ക് ഞാൻ പോയി. ഒരു 2 ആഴ്ചക്ക് മുമ്പ് ഹജ്ജിന്റെ അവസാനത്തെ ആളും കയറിയതിനു ശേഷം അതിന്റെ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോയി 5 ദിവസത്തേക്ക്. അൽഹംദുലില്ലാ വളരെ മനോഹരമായി. കാരണം ഹിജ്റ ഇസ്മായിലിനകത്തും മീസാബിന്റെ താഴെയും അതുപോലെ മുൽതസമിലും ഹജറുൽ അസ്വദൊക്കെ ക്യൂ നിർത്തിയിട്ട് മുത്തിപ്പിക്കുകയാണ്. ഹജറുൽ അസ്വദ് നമുക്ക് മുത്താൻ ആഗ്രഹം ഉണ്ടെങ്കിൽ
ആ ലൈനിന്റെ പുറകിൽ പോയി നിൽക്കുക. പെട്ടെന്ന് പോലീസുകാര് ആ ഹജറുൽ അസ്വദ് ചുംബിച്ചിട്ട് നമ്മളെ പെട്ടെന്ന് വിടും. വീണ്ടും ഒന്നുകൂടെ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ലൈനിന്റെ പുറകിൽ വീണ്ടും കയറി നിൽക്കുക. വീണ്ടും നമുക്ക് ഊഴം കിട്ടി, നമ്മൾ മുത്തി കിട്ടി, വീണ്ടും ഈ രീതിയിൽ ആളുകൾ കുറഞ്ഞ, തിരക്ക് കുറഞ്ഞ ഒരു സമയം മദീനത്തുൻ നബവിയിൽ റിയാദുൽ ജന്ന, റൗളത്തും മിൻ റിയാദുൽ ജന്ന എന്ന് പറയുന്ന ആ സ്ഥലത്ത് 2 റക്അത്ത് നിസ്കരിക്കാൻ മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട സാഹചര്യമാണ് സീസണിൽ. പക്ഷേ അൽഹംദുലില്ലാഹ് അവിടെ ചെല്ലുമ്പോ തിരക്ക് കുറഞ്ഞിട്ട് എത്ര സമയം വേണമെങ്കിലും അതിനകത്തിരുന്ന് ഇബാദത്ത് എടുക്കാൻ പറ്റുന്ന സമയം. നമ്മുടെ പരിശുദ്ധമായ ഖിബ്ല അത് പുണ്യ കഅബയാണ്. പക്ഷേ അതിനു മുമ്പ് 17 മാസക്കാലം നമ്മുടെ പ്രവാചകനും സ്വഹാബത്തും തിരിഞ്ഞു നമസ്കരിച്ചത് ബൈത്തുൽ മുഖദ്ദസിലാണ്. നിങ്ങൾക്കറിയണോ? ഇന്നത്തെ നാട്ടുകാരാണെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ കരുതിക്കോളി. 17 മാസക്കാലം പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നമസ്കരിക്കുമ്പോൾ ജൂതന്മാർക്ക് വലിയ സന്തോഷമായി. മസ്ജിദുൽ അഖ്സയിലേക്കാണല്ലോ തിരിഞ്ഞു നമസ്കരിക്കുന്നത്. പക്ഷെ പ്രവാചകന്റെ മനസ്സിൽ ആഗ്രഹം വന്നു, അല്ലാഹ് പരിശുദ്ധമായ കഅബാലയമല്ലേ ഭൂമി ലോകത്തെ ആദ്യത്തെ ദേവാലയം, ആദ്യത്തെ കഅബാലയമല്ലേ ആദ്യത്തെ പുണ്യ ദേവാലയം. അല്ലാഹുവേ അതിലേക്കൊന്ന് തിരിഞ്ഞു നമസ്കരിച്ചാൽ കൊള്ളാമെന്ന മനസ്സിന്റെ മോഹം വന്നപ്പോ അതൊരു അസ്ർ നിസ്കാരത്തിലാണ് സഹോദരങ്ങള്. അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിച്ച സഹാബത്ത് പിന്നാലെ നിസ്കരിക്കുകയാണ്. ഇന്ന് നമുക്ക് ചെന്നാല് കാണാം മസ്ജിദുൽ ഖിബ്ലത്തൈനി എന്ന പേര് അറിയപ്പെടുന്ന പള്ളിയാ. 2 ഖിബ്ലയുള്ള പള്ളി എന്നാണ് ആ പള്ളി അറിയപ്പെടുന്നത്. ആ പള്ളിയിലാണ് റസൂലുള്ളാഹി അസ്ർ നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തു നിൽക്കുമ്പോ നബി തങ്ങളുടെ മനസ്സിന്റെ മോഹമാണ്, അല്ലാഹുവേ കഅബയിലേക്ക് തിരിച്ചാലോ എന്ന ചിന്ത വന്നപ്പോ ജിബ്രീൽ കടന്നു വന്നില്ലേ. പ്രവാചകനെ നിസ്കരിച്ചുകൊണ്ട് നിൽക്കുന്ന പ്രവാചകനെ അതേ അവസ്ഥയിൽ നേരെ തിരിച്ച് കഅബയിലേക്ക് അങ്ങ് നിർത്തിയില്ലേ. അത് കണ്ടിട്ട് വിശ്വാസികൾ അങ്ങ് തിരിഞ്ഞു നിന്നില്ലേ. സഹോദരങ്ങളെ, അടുത്ത സമയം വരെയും 2 മെഹ്റാബ് ഉണ്ടായിരുന്ന ആ പള്ളിയില്, അതാണ് മസ്ജിദുൽ ഖിബ്ലത്തൈനി എന്ന പേരറിയപ്പെടുന്ന പള്ളി. സഹോദരങ്ങളെ, വിഷയമതല്ല. 17 മാസക്കാല കഅബാലയത്തിലേക്കല്ല മസ്ജിദുൽ അഖ്സയിലേക്കാ തിരിഞ്ഞ് നമസ്കരിച്ചത്. അങ്ങനെ നമസ്കാരം സഹാബത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോ റസൂലുള്ളാഹിന്റെ പിന്നിൽ നിന്ന് നമസ്കരിച്ച ഖിബ്ലത്തൈനി പള്ളിയിൽ നിസ്കാരത്തിന് നേതൃത്വം കൊടുത്ത പ്രവാചകന്റെ പിന്നിൽ നിസ്കരിച്ച ഒരു സഹാബി, ആ സഹാബി പെട്ടെന്ന് നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോഴാണ് അടുത്ത പള്ളിയിൽ നിസ്കാരം നടക്കുന്നു. അതേ അസ്ർ മറ്റൊരു പള്ളിയിൽ നിസ്കാരം നടക്കുകയാ. സഹോദരങ്ങളെ, നമ്മുടെ ഏതോ ഒരു പള്ളിയിൽ, അടുത്ത പള്ളിയിൽ ളുഹർ നിസ്കാരം കഴിഞ്ഞ് നടന്നു പോകുമ്പോഴാണ് അടുത്ത പള്ളിയിൽ സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ ടൈമിന്റെ വ്യത്യാസം അനുസരിച്ച് അവിടെ നിസ്കാരം നടക്കാറുണ്ട്. ചിലപ്പോ ഖിബ്ലത്തൈനി പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞിട്ട് പോകുന്ന സഹാബി നോക്കുമ്പോ ആ പള്ളിയിൽ അസ്ർ നിസ്കാരമാണ്. ആ നിസ്കാരത്തിലെ സഹാബി നോക്കുമ്പോൾ കാണുന്നത് കഅബയിലേക്കാ, മസ്ജിദുൽ അഖ്സയിലേക്കാ തിരിഞ്ഞു നിസ്കരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബി ആ പള്ളിയുടെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് പറഞ്ഞു, അശ്ഹദു ബില്ലാഹ് ലഖദ് സല്ലൈതു മഅ റസൂലില്ലാഹി ഖിബല മക്ക. അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ഞാൻ കഅബയിലേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിച്ചിട്ടാണ് ഞാൻ വന്നതെന്ന് പള്ളിയുടെ പുറത്ത് നിന്നൊരു സഹാബി വിളിച്ചു പറഞ്ഞപ്പോൾ, ശ്രദ്ധിക്കണേ തേവലക്കരക്കാരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബി നബിയോടൊപ്പം ഖിബ്ലത്തൈനി പള്ളിയിൽ നിസ്കരിച്ചിട്ട് നബി തങ്ങളുടെ ആഗ്രഹം പോലെ ഖിബ്ല തിരിച്ചു കൊടുത്തു. ആ പള്ളിയിലെ നിസ്കാരത്തിലെ സഹാബത്തിന് നബിയോടൊപ്പം തിരിഞ്ഞു. ആ നിസ്കാരം കഴിഞ്ഞ് മടങ്ങി പോകുന്ന സഹാബി തൊട്ടപ്പുറത്തെ പള്ളിയിൽ അതേ അസ്ർ നടക്കുന്നു. അവര് തിരിഞ്ഞ് നിസ്കരിക്കുന്നത് കഅബയിലേക്കല്ല, കാരണം വിവരം കിട്ടിയിട്ടില്ല. അവര് നേരെ തിരിയുന്നത് മസ്ജിദുൽ അഖ്സയിലാണ്. ആ സഹാബി അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇന്നി അശ്ഹദു ബില്ലാഹ് ലഖദ് സല്ലൈതു മഅ റസൂലില്ലാഹി ഖിബല മക്ക. അല്ലാഹുവിനെ സാക്ഷ്യപ്പെടുത്തുന്നു, പടച്ചവന് തന്നെയാണ് സത്യം, ഞാൻ എന്റെ റസൂലുള്ളാഹിന്റെ പിന്നിൽ നിന്നുകൊണ്ട് കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചിട്ട് വന്നവനാണ്. ഇതാരാണ് പറഞ്ഞതെന്ന് സഹാബാക്കൾ കൈകെട്ടി, ഇവര് കൈയഴിച്ചു നോക്കിയില്ല. അവര് നേരെ കഅബയിലേക്ക് അങ്ങ് തിരിഞ്ഞു. അവര് കഅബയിലേക്ക് നേരെ തിരിഞ്ഞു. ഇന്ന് നമ്മുടെ പള്ളിയിൽ വന്ന്, നമ്മുടെ മുന്നിൽ വന്ന് ഒരാളൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ ചോദിക്കും, നീ ഏത് സംഘടനക്കാരനാ, നീ ഏത് വകുപ്പാ? എല്ലാം പലതട്ടായില്ലേ, എല്ലാം പലതട്ടായില്ലേ? അതൊക്കെ പോട്ടെ. അപ്പോ നമ്മൾ ചോദിക്കും, നീ ഏത് വകുപ്പുകാരനാ?
ഇപ്പൊ ഈ പള്ളി ഏത് സംഘടനയുടെ കീഴിലാണെന്ന് മെഹ്റാബിൽ തൂക്കിയിരിക്കുന്ന കലണ്ടർ നോക്കി അറിയാം. നമ്മുടെ പള്ളിയെ പറയുന്നത് വിഷമമാണെന്ന് എനിക്കറിയാം. സഹോദരങ്ങളെ, ഒന്നൊരുമിച്ചൂടെ നമുക്കൊന്ന് ഒരു വലിയ കല്ലുകൾ നിറഞ്ഞ ഒരു പാത, കല്ലും മുള്ളും നിറഞ്ഞ പാത, കുപ്പിച്ചില്ലുകൾ നിറഞ്ഞ പാത, നല്ല ഒരു ഷൂ ഉണ്ടെങ്കിൽ നടന്നു പോകാം. പൊക്കിയൂടെ? നല്ല ഷൂ ആണ്. എത്ര കല്ലും മുള്ളും കുപ്പിച്ചില്ലും ആയിക്കോട്ടെ, പ്രശ്നമല്ല, അതിന്റെ പുറത്തൂടെ നടന്നു പോകാം. അതേസമയം ഈ ഷൂവിനകത്ത് ഒരു ചെറിയ ഈത്തപ്പഴത്തിന്റെ കുരുവങ്ങാനം കിടന്നാൽ നമുക്ക് നടക്കാൻ പറ്റുമോ? കാലുവേദനിക്കും. ഒരു ചുവട് നമുക്ക് മുമ്പോട്ട് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് സമുദായത്തിന്റെ പുറത്ത് എന്തൊക്കെ ഭീഷണിയും വന്നോട്ടെ, പ്രശ്നമല്ല, നമ്മുടെ ഉള്ളിൽ വരാതെ നമ്മൾ സൂക്ഷിക്കുക, എങ്കിൽ നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം, രാഷ്ട്രീയമായി വൈവിധ്യമായ ചിന്തകളും ആദർശങ്ങളും സംഘടനകളും ഒക്കെ നമുക്കുണ്ടാവും. പക്ഷേ ആദർശത്തിന്റെ പേരിൽ നമ്മൾ ഒന്നാകണം. ഏത് സംഘടനയിലോ പ്രവർത്തിക്കാം, ഏത് പാർട്ടിയിലോ പ്രവർത്തിക്കാം, പക്ഷേ ഇസ്ലാമിന്റെ പേരിൽ നമുക്കൊന്ന് ഒന്നായിക്കൂടെ? അതിന് നമുക്ക് കഴിയണം. നോക്ക്, ആ സഹാബി പള്ളിയുടെ പുറത്ത് വന്ന് വിളിച്ചിട്ട് പറയുന്നു, അള്ളാഹുവിനെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഞാൻ നബിയോടൊപ്പം ഇപ്പൊ നിസ്കരിച്ചേ ഉള്ളൂ, ഞങ്ങൾ തിരിഞ്ഞത് കഅബയിലേക്കാണ്. അവര് കൈയഴിച്ചിട്ട് ആരാടാ പറഞ്ഞത് നോക്കിയില്ല, അവര് നേരെ അങ്ങോട്ട് തിരിഞ്ഞു എന്നാണ്. ഇത് നന്മയുടെ ഉദാഹരണം. അനുസരണ, ധിക്കാരമില്ലാതിരിക്കുക. രണ്ടാമത് തിന്മയുടെ ഉദാഹരണം ഞാൻ പറയട്ടെ. തിന്മ മാറ്റുന്നതിന്റെ ഉദാഹരണം, ഏറ്റവും നല്ല ബാർ നടത്തിയിരുന്നവരാണ് അബൂ തൽഹ റളിയല്ലാഹു അൻഹു. മദ്യം നിരോധിക്കുന്നതിന് മുമ്പ് ഏറ്റവും വലിയ മദ്യഷാപ്പ് നടത്തിയിരുന്നത് അബൂ തൽഹ റളിയല്ലാഹു അൻഹു. ആ അബൂ തൽഹയുടെ മദ്യഷാപ്പിൽ കള്ളൊഴിച്ചു കൊടുക്കുന്നവരാ മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അബൂ തൽഹയുടെ ഭാര്യയുടെ മോനാണ്. അനസ് ഇബ്നു മാലിക്കിന്റെ ഉമ്മാടെ ഭർത്താവാണ് എന്ന് പറഞ്ഞ അനസിന്റെ വാപ്പ മാലിക്കാണ്. അനസിന്റെ ഉമ്മായ കല്യാണം കഴിച്ചത് രണ്ടാമത് അബൂ തൽഹയാണ്. അബൂ തൽഹയുടെ കള്ളഷാപ്പിലെ മദ്യമൊഴിച്ചു കൊടുക്കുന്ന അനസാ. അങ്ങനെ ആളുകൾ വന്നിരിക്കുന്നു, കള്ളൊഴിച്ചു കൊടുക്കുന്നു. അവരുടെ കയ്യിൽ നിന്ന് ദിർഹമുകളെ, ദീനാറുകളെ അബൂ തൽഹ വാങ്ങിയിടുന്നു. അവിടെ കള്ളൊഴിച്ചു കൊടുക്കുന്നത് അനസാ. അങ്ങനെ ഇരിക്കുമ്പോഴാ മദീനത്ത് അല്ലാഹുവിന്റെ റസൂൽ മദ്യം നിരോധിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം ഇറക്കിയത്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദ അവതരിപ്പിക്കപ്പെടുന്നത് ആ സമയത്താ. കള്ള് നിരോധിച്ചുകൊണ്ട് അല്ലാഹു തീരുമാനം അറിയിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഏതോ ഒരു സഹാബി ഓടി വന്നിട്ട് കള്ള് ഷാപ്പിൽ വന്നിട്ട് പറയുകയാണ്, ഹുരിമത്തുൽ ഖംറു, കള്ള് നിരോധിക്കപ്പെട്ടിരിക്കുകയാ, കള്ള് നിരോധിച്ചിരിക്കുകയാ. ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു വലിയ കള്ള് പാത്രത്തിൽ നിന്ന് ചെറിയ കള്ള് കോപ്പയിലേക്ക് കള്ളൊഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കള്ളൊഴിച്ചു കൊടുക്കുന്ന, കള്ള് കുടിച്ചവന് കാശ് കൊടുക്കുന്നത് വാങ്ങി അബൂ തൽഹ എന്ന ബാർ മുതലാളി മേശവിരിപ്പിലേക്ക് വലിച്ചിട്ട് കൊണ്ടിരിക്കുമ്പോ ഒരു സഹാബി വന്നിട്ട് പറയുന്നു, ഹുരിമത്തുൽ ഖംറു, കള്ള് നിരോധിച്ചിരിക്കുകയാണ്, കള്ള് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഒരു സെക്കൻഡ് പോലും മടിച്ചു നിൽക്കാതെ അബൂ തൽഹ തിരിപ്പിടത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട് അനസ് എന്ന് പറയുന്ന അവിടെ സെർവന്റായി നിൽക്കുന്ന, അവിടെ സപ്ലയറായി നിൽക്കുന്ന അനസ് റളിയല്ലാഹു അൻഹുവിനോട് മുതലാളിയായ അബൂ തൽഹ പറയുകയാണ്, യാ അനസ് അഹ്രിക ഹാദിഹിൽ ഖിലാൽ, ഈ കന്നാസുകൾ അടിച്ചു പൊട്ടിച്ചൊഴുക്കൂ അനസേ. ഇനി നമുക്ക് കള്ള് കച്ചവടം വേണ്ട, ഇനി കള്ള് കച്ചവടം ചെയ്തുണ്ടാക്കുന്ന കാശ് വേണ്ട, ഇനി നമുക്ക് കള്ള് കച്ചവടം ചെയ്തുകൊണ്ട് ലാഭമുണ്ടാക്കണ്ട, ഇനി ഒരു തുള്ളി കള്ളി എന്റെയും നിന്റെയും കയ്യിൽ നിന്ന് ഒരാൾ കുടിക്കണ്ട, അതുകൊണ്ട് അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞു അനസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ ഇരിക്കുന്ന പാത്രം വലിച്ചെറിഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന കന്നാസുകൾ അടിച്ച് പൊട്ടിച്ചു കളഞ്ഞില്ലേ. ഒരു തിന്മയിൽ നിന്ന് ഒളിച്ചോടാൻ ഏതോ ഒരു സഹാബി വന്ന് പറഞ്ഞപ്പോ ആ വാക്ക് വിശ്വസിച്ചവരാ സഹാബത്തെങ്കില് നന്മയിൽ മുന്നേറാൻ ഒരു വാക്ക് മതി പ്രിയപ്പെട്ടവര്. തിന്മയിൽ നിന്നുള്ള മോചന
മോചനത്തിനൊരു വാക്ക് മതി, അതിന് ധിക്കാരമില്ലാതിരിക്കണം. അങ്ങനെ ധിക്കാരപൂർവ്വം പ്രവർത്തിക്കുന്നവരെ പറ്റി അള്ളാഹു പരിചയപ്പെടുത്തിയത് കൂനൂ ഖിറദതൻ ഖാസീൻ, നിങ്ങൾ നിന്യന്മാരായ കുരങ്ങുകളായി മാറൂ. അള്ളാന്റെ ഖുർആനിന്റെ ശക്തമായ താക്കീതാണെങ്കിൽ എന്നെ ശ്രവിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന മർഹബ യുവജന വേദിയുടെ 6 വയസ്സ് പൂർത്തിയായ ഈ മഹാസംരംഭത്തിന്റെ അവസാന ദിവസത്തിന്റെ പ്രഭാഷണത്തിന്റെ സമാപന സമയത്ത് എന്റെ വിശ്വാസ സമൂഹത്തോട് പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ഈ ജീവിതത്തിൽ ഞാനും നിങ്ങളും അശ്രദ്ധരാകാതെ നല്ല ഒരു ജാഗ്രത നമ്മുടെ ജീവിതത്തിൽ വരട്ടെ. എന്നിട്ട് നാൽക്കാലികളെ പോലെയാണെന്ന് അള്ള പറഞ്ഞ വിഭാഗത്തിൽ നിന്ന് മാറട്ടെ. ദുനിയാവിനോടുള്ള ആസക്തിയോട് വിട പറയണേ, ഇല്ലെങ്കിൽ പട്ടി എന്ന പേര് നമുക്ക് വീഴേ. അതുപോലെ പഠിച്ചത് പ്രാവർത്തികമാക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറല്ലേ. എന്നാ നമ്മളെ പറ്റി കഴുതയെന്ന പേരാണ് യോജിച്ചത്. സഹോദരങ്ങളെ, ധാർമ്മികമായി അള്ളാന്റെ ദീനനുസരിച്ചുള്ള അനുസരണയോടെ ജീവിക്കുന്നവരായി മാറുക. ഇല്ലെങ്കിൽ ഒരു സമൂഹത്തെ ഈ ധിക്കാരപൂർവ്വം ജീവിച്ചതിന്റെ പേരിൽ അള്ളാഹു നിന്യന്മാരായ കുരങ്ങുകളാക്കി മാറ്റിയെങ്കിൽ ചരിത്രത്തിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട്, ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ചരിത്രത്തിന്റെ ഭാഗമായി ചേരുക. സർവശക്തനായ തമ്പുരാൻ ചരിത്രത്തിലേക്ക് ഇഴകിച്ചേർന്ന, ചരിത്രത്തിലേക്ക് രക്തം കൊണ്ട് ചേർന്നു പോയ അലവി കുഞ്ഞുസ്താദിന്റെ നാട്ടിൽ അതേ നഗറിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, സഹോദരങ്ങളെ, നമുക്കൊരു മാറ്റം ഈ വയൽ കൊണ്ട് വരട്ടെ. എനിക്ക് വരട്ടെ, എന്റെ സംഘാടകർക്ക് വരട്ടെ, എന്റെ പ്രിയപ്പെട്ട അനുവാചകരെ നിങ്ങൾക്കും വരട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കട്ടെ, നമ്മുടെ ജീവിതത്തെ ഭാസുരമാക്കട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തെ സന്തോഷത്തോടുകൂടി ജീവിച്ച് അവന് വേണ്ടി വിധേയപ്പെടാൻ, വേറെ ആരെയും നമ്മൾ ഭയക്കാതിരിക്കാൻ അള്ളാഹു നമുക്ക് ഈ സദസ്സ് കാരണമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ.